പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വലിയ സന്തോഷം തരുന്ന വചനഭാഗമാണ് ഇന്ന് ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കണേ. അതുപോലെ തന്നെ സുവിശേഷത്തിലും ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായമാണ്. ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ കേട്ടിരിക്കുന്നു. അബ്രാഹത്തോട് കർത്താവ് അരുൾ ചെയ്യുന്ന കാര്യമാണ്. ഇസ്മായേലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അവനെ അനുഗ്രഹിച്ചു നിന്റെ പ്രാർത്ഥന കേട്ട്. അതിന് തൊട്ടു മുൻപ് സാറയ്ക്ക് വേണ്ടിയുള്ള അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവളെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവൾക്ക് സന്തതികൾ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നേ. അതാണ് വലിയ സന്തോഷം തരുന്ന ഒരു ഉറപ്പ്. നമ്മൾ പരസ്പരം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും. ഒരുമിച്ചിരിക്കണല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഉത്തരം സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. മനസ്സുണ്ടെങ്കിൽ മതി. ഈ ഒരു പ്രാർത്ഥനയാണ്. നിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്തു കൊടുത്താൽ മതി എൻ്റെ കൊച്ചുങ്ങൾക്ക്. നിന്റെ ഇഷ്ടം എന്താണോ അത് നിറവേറിയാൽ മതി ഞങ്ങളുടെ കുടുംബത്തിൽ. അവിടുത്തെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണം എന്നൊക്കെയുള്ള പ്രാർത്ഥന ഒന്ന് ശരിക്കും മീൻ ചെയ്ത് ഉറപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നേ. അങ്ങയുടെ ഇഷ്ടം നിറവേറിയാൽ മതി. ഐസിയുയിൽ കിടക്കുന്ന ഭാര്യ, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. ആ 2 മാസത്തിനുള്ളിൽ ഐസിയുയിലായിപ്പോയ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവെ, അങ്ങയുടെ ഇഷ്ടം എന്താണെങ്കിലും അത് നിറവേറിയാൽ മതി എന്ന് പ്രാർത്ഥിച്ച ചെറുപ്പക്കാരനെ അറിയാം നമുക്ക്. എന്നിട്ട് ഇപ്പോൾ അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന കർത്താവിൻ്റെ തിരുമുൻപിൽ നിൽക്കുന്ന ആ കുഷ്ഠരോഗിയോട് കർത്താവ് തിരിച്ചു പറയണ ഉത്തരം, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. അങ്ങനെ വിട്ടുകളയണ ഒരാളൊന്നുമല്ല എന്നേ. വലിയ സ്നേഹത്തോടുകൂടെ ചേർത്ത് പിടിക്കും. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ തള്ളിക്കളയാൻ സ്വർഗത്തിനാവില്ല. ഉറപ്പായിട്ടും കേട്ടിരിക്കും. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറാൻ, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിട്ട് എന്തായി? അവരുടെ പഠനം, ജോലി കാര്യങ്ങളൊക്കെ, കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചെന്ന് പറഞ്ഞ് ഇത്രകാലം പ്രാർത്ഥിച്ചിട്ട് എന്തായി എന്ന്? കർത്താവിൻ്റെ ഇഷ്ടത്തിനൊന്ന് വിട്ടുകൊടുക്കുക. ഗെത്സമനിയിലെ ആ പ്രാർത്ഥനയുണ്ടല്ലോ, ഇങ്ങനെ ഉള്ളുനീറുന്ന നേരത്ത് പോലും, വേദനിക്കുന്ന നേരത്ത് പോലും, ചോരയിട്ടു വീഴുന്നത്ര സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന നേരത്ത് പോലും ഇതൊക്കെ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം തമ്പുരാൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, എൻ്റെ അല്ല നിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി. എന്നിട്ട് എന്താ പറ്റണേ? ആ പാനപാത്രം മട്ടുവരെ ഊറ്റിക്കുടിക്കാനായി സ്വർഗത്തിൻ്റെ ശക്തിയുമായൊരു ദൈവദൂതൻ അവൻ്റെ അടുക്കലേക്ക് വന്നിറങ്ങണത് കാണണല്ലേ. ഈ പ്രാർത്ഥനയുടെ ശക്തി, ഈ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ ശക്തി ഇതാണ്. ഉറപ്പായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, കർത്താവേ, നിൻ്റെ ഇഷ്ടം, നിൻ്റെ മനസ്സെന്താണോ അത് അവരിൽ നിറവേറട്ടെ. അത് കല്യാണം ആയിക്കോട്ടെ, ഒരു കോഴ്സ് എടുക്കുന്ന കാര്യമായിക്കോട്ടെ, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന കാര്യമായിക്കോട്ടെ, ഒന്ന് വീട് പുതുക്കുന്ന കാര്യമായിക്കോട്ടെ, ഒരു ലോൺ എടുക്കുന്ന കാര്യമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവെ, നിൻ്റെ ഇഷ്ടം എന്താണോ അത് അവരിൽ നിറവേറിക്കോട്ടെ. ഒന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി നോക്കി. നമ്മുടെ കുടുംബത്തിൽ എന്തൊരു സന്തോഷം ഉണ്ടാവുമെന്നറിയാമോ? സമാധാനം കിട്ടുമെന്നറിയാവോ? നമ്മുടെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളൊക്കെ എന്ത് സ്വസ്ഥതയോടുകൂടി ജീവിക്കുമെന്നറിയാമോ? ഒന്ന് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അബ്രഹാം സാറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, തൻ്റെ മകനായ ഇസ്മായേലിന് വേണ്ടി ദൈവത്തിന് മുൻപിൽ നിന്ന് യാചിച്ചതുപോലെ, ആ ഒരു കർത്താവിൻ്റെ തിരുമുൻപിൽ വന്ന് നിന്ന് ആ ഒരു കുഷ്ഠരോഗി യാചിക്കുന്നത് പോലെ, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. പരസ്പരം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം നമുക്ക്. ആ വലിയ പ്രാർത്ഥനയോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്കും അവിടുത്തെ ഇഷ്ടത്തിലേക്കും ചേർത്ത് വെച്ചിട്ട് അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,
സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം ദൈവത്തിനു മുൻപിൽ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രാത്രി നമുക്ക് ഉറങ്ങാൻ പോകാം. കർത്താവെ, അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഇഷ്ടം അവരിൽ നിറവേറട്ടെ എന്നുള്ളതായിരിക്കും നമുക്ക് ഇന്ന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടെ നമുക്ക് കിടക്കകളിലേക്ക് മാറാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.